നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് പുഴുങ്ങിയ ഏത്തക്ക, ഏത്തപ്പഴം പുഴുങ്ങിയത് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ്. ഇത് ഞാനിപ്പോ ഇവിടെ എടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഇത് മൈദ വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഇപ്പൊ ഗോതമ്പ് പൊടി ഇത് മുഴുവന് വേണ്ട ഏതാണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പഞ്ചസാര, പിന്നെ വേണ്ടത് പഞ്ചസാര. പഞ്ചസാര പറഞ്ഞ പോലെ തന്നെ മധുരത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഇടുക. ഞാനിപ്പോ ഒരു 4 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് പഞ്ചസാര ഇടാം. പിന്നെ ഇത് ലാസ്റ്റ് നമുക്കൊരു ഡെക്കറേഷന്റെ ആവശ്യത്തിനും കൂടെ നമുക്ക് പഞ്ചസാര വേണ്ടതുണ്ട്. അപ്പം വേണ്ട അനുസരിച്ച് പഞ്ചസാര ഉപയോഗിക്കുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മധുരത്തിന് നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കാൻ ഇത് വരുന്നത് അത് ഉപയോഗിക്കും. ഇപ്പം ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഇപ്പം ശർക്കര ഇതൊന്നും, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ്, അങ്ങനെ എന്തെങ്കിലും മധുരത്തിനായിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് തേങ്ങ. തേങ്ങ ചിരണ്ടിയത് അതൊരു ഇതുപോലെ തന്നെ, അതായത് ഇത് പേസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ ചതയ്ക്കോ ഒന്നും വേണ്ട, ജസ്റ്റ് ചിരകി എടുക്കുന്ന പോലെ എടുത്താൽ മതി. എടുത്തിട്ട് കുറച്ച് നമുക്ക് 2 ഇതിന് വേണം. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ല, പഞ്ചസാര എന്തിനാണ് നമുക്കൊരു ഡെക്കറേഷനും ഒരു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ സെയിം പർപ്പസ് ആണ് നമുക്ക് തേങ്ങയ്ക്ക് വരുന്നത്. ടേസ്റ്റ് കിട്ടാനും പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഡെക്കറേഷനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ടേസ്റ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ഏലക്കാപ്പൊടി കേട്ടോ. ഇത് നമ്മൾ ആദ്യമേ എടുത്ത ആ ഏത്തപ്പഴം പുഴുങ്ങിയത് ഒന്ന് സ്മാഷ് ചെയ്തെടുത്ത്, അതിപ്പം നിങ്ങൾക്ക് എങ്ങനെയാ പൊട്ടറ്റോ സ്മാഷറോ അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിപ്പോ മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുക്കുമായിരുന്നു. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്മാഷറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കത് സ്മാഷ് ചെയ്ത്, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് അരച്ച പോലെ എടുക്കുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പൊ നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് മധുരം വേണ്ട, ഇപ്പൊ ഏത്തയ്ക്കയുടെ മാത്രം മധുരത്തിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല കുറച്ചും കൂടെ മധുരം വേണം, അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഇച്ചിരി കൂടെ മധുരം വേണമെന്ന് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഓപ്ഷനാണ് കേട്ടോ പഞ്ചസാര. തേങ്ങ ആഡ് ചെയ്യാം. ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദ. ഇതിപ്പം ഞാൻ ഗോതമ്പൊടി എടുക്കുന്നത്, മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം നിങ്ങളുടെ സൗകര്യത്തിന്. ഞാനിതിപ്പം 3 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കും. ടൈറ്റ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സോൾട്ട് ആണ്, ഉപ്പാണ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇതിപ്പോ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ആണ് ഉപ്പ് ഇടുന്നത് കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. ടേസ്റ്റ് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണേ. നന്നായിട്ട് കൈ വാഷ് ചെയ്യണേ. എന്നാന്ന് വെച്ചാൽ നമ്മളിത് കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം. പക്ഷെ എത്രമാത്രം മിക്സിങ് കറക്റ്റ് ആവും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിവതും കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നോക്കുക, നമുക്കൊരു ബോളായി കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പം അതിനാവശ്യമുള്ള രീതിയിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടി ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അതായത് ഉണ്ടോ ഈ ഒരു പരുവത്തില് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇതിനെ നമ്മൾ ഇപ്പൊ ഒരു ഡോ ആയി, നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലോ ഒക്കെ ഉള്ളൊരു ബോളുകളായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാവേ. നമ്മൾ ആദ്യം കുഴയ്ക്കുമ്പോഴത്തെ ഇത് മാത്രമേ വരത്തുള്ളൂ. ഒരു ബോൾ പിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഇതുപോലെ നമുക്ക് ബോളുകളായിട്ട് തന്നെ കിട്ടും. ഷേപ്പില് നമുക്ക് എടുക്കാം കേട്ടോ. ചെറിയൊരു നാരങ്ങയോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലുതായിട്ടോ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് സൈസാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ബോളാക്കി എടുത്തിട്ട് കാണാം. ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട്, ഞാനിപ്പോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണയ്ക്കാകുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിത് റോള് ഉരുട്ടി എന്നുള്ളത് പരത്തി വെച്ച പിള്ളേർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ഷേപ്പ് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഹീറ്റ് ഇപ്പൊ അത് ഞാനിപ്പോ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം ഇത് കുക്ക് ചെയ്യുക. ഓവറായിട്ട് ഹീറ്റ് കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മളിതിൽ എണ്ണയിലിടുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ബാലൻസ് കുറച്ച് തേങ്ങ വെച്ചിട്ടില്ലായിരുന്നു, അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇടുക. അപ്പം നമുക്ക് കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം.
പിന്നെ പെട്ടെന്ന് ഒരു 4 മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഹെൽത്തിയാണ്. ഇപ്പം പഞ്ചസാര ഒഴിവാക്കി എടുത്താൽ ഒന്നുകൂടെ നല്ല ഹെൽത്തിയാണ്. ചെറിയ മധുരത്തിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവേ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ 4 മണി പലഹാരം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.